നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല, ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമിസ്റ്ററിന്റെ അസൈൻമെന്റ് സബ്മിഷൻ ആയോ എന്നുള്ളതാണ്. അപ്പോൾ അസൈൻമെന്റും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യാറായിട്ടുണ്ടോ, അല്ലെങ്കിൽ അസൈൻമെന്റ് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. +2 കഴിഞ്ഞ് ഏത് ഡിഗ്രി എടുക്കണമെന്ന് കൺഫ്യൂഷനുള്ള സ്റ്റുഡൻ്റ് ആണോ നിങ്ങൾ? എങ്കിൽ ഇനി ടെൻഷൻ ആവേണ്ട, ബാസിന്റെ ഡി ഫൗണ്ടേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വരുന്നൊരു സംശയമാണ്, ഈ ഒരു അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാറായോ എന്നുള്ളത്. അതുപോലെ തന്നെ അസൈൻമെന്റ് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പലർക്കും വരുന്ന സംശയമാണ്. ഇപ്പം നോർമലി നമ്മൾ പറയുവാണെങ്കിൽ യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ അസൈൻമെന്റ് സബ്മിഷന്റെ ടൈം ആയിട്ടില്ല. അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് ആവുന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ അസൈൻമെന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയി കഴിഞ്ഞാൽ സൈറ്റിൽ നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെന്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അസൈൻമെന്റ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ സൈറ്റിൽ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ആൻസേഴ്സും കാര്യങ്ങളൊക്കെ റിട്ടേൺ ചെയ്ത് PDF രൂപത്തിലാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു നോർമലി നമുക്ക് അസൈൻമെന്റിന് ടൈം അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അസൈൻമെന്റ് ടൈം ആവുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്നായിരിക്കും യൂണിവേഴ്സിറ്റി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ ഇത്ര ദിവസം വരെ നമുക്ക് ടൈം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി സൈറ്റിൽ അവൈലബിൾ ആവുന്നത്. പെട്ടെന്നായിരിക്കും നമുക്ക് യൂണിവേഴ്സിറ്റി ഇനി ഒരു ഡേറ്റിനുള്ളിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് അസൈൻമെന്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് റിട്ടേൺ ചെയ്ത് അസൈൻമെന്റ് PDF രൂപത്തിലാണ് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പം അത് എങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നതാണ്. അസൈൻമെന്റ് ടൈം ഇപ്പം നോർമലി നമുക്ക് അസൈൻമെന്റ് ടൈം അല്ല, നമുക്കിപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി വൈകാതെ തന്നെ നമുക്ക് അസൈൻമെന്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ആരും ടെൻഷൻ ആവേണ്ട കാര്യമല്ല. അസൈൻമെന്റിന്റെ പ്രോപ്പർ ഡീറ്റെയിൽസ് ഇത് കൂടാതെ തന്നെ നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു നമ്മുടെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അസൈൻമെന്റ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു അസൈൻമെന്റ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം അസൈൻമെന്റ് റിട്ടേൺ ചെയ്ത് തുടങ്ങിയാൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ടൈം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് കിട്ടും. ആ ഒരു ടൈമിനുള്ളിൽ തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതല്ലാതെ നമുക്ക് ഫൈനൽ ഫീസോട് കൂടിയിട്ടൊന്നും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്കിപ്പോൾ പറയുന്ന ടൈം അനുസരിച്ച് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അസൈൻമെന്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുകയും അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാനുള്ള ടൈം നമുക്ക് അവൈലബിൾ ആണ്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു എക്സാം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് അസൈൻമെന്റ് എന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്